മലപ്പുറത്ത് പരപ്പനങ്ങാടി കടലുണ്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. താനൂർ എടക്കടപ്പുറം സ്വദേശി ജുറൈജിന് വേണ്ടിയുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അഷ്കറിലെ കരിമ്പ ചേരുന്നു. അഷ്കറിലെ കരിമ്പ പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ അഷ്കർ? അതുകൊണ്ടാണ് കുട്ടിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നു. ഈ പുഴ നേരെ പോയി അങ്ങ് കടലിൽ ചേരുകയല്ലേ ചെയ്യുന്നത്. ഇനി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അരുൺ, കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉച്ചയ്ക്ക് 2:30 ഈ പാലത്തുകൾ പരപ്പനങ്ങാടി പാലത്തുകൾ ന്യൂ കട്ട് ഭാഗത്ത് വെച്ച് ഈ ജുറൈജ് 17 വയസ്സുകാരെ കാണാനാകുന്നത്. കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുന്നതായിരുന്നു. എന്നാൽ ഒഴുക്ക് തന്നെയാണ് ഈ തെരച്ചിലിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ഈ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പുരിപ്പുഴയിൽ ഒരു ചീർപ്പുണ്ട്. ഈ ചീർപ്പ് താഴ്ത്തി അവിടുത്തെ ഒഴുക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് തെരച്ചിൽ നടത്താൻ പോകുന്നത്. ഇതോടുകൂടി ഈ പുഴയുടെ ജലനിരപ്പ് ഉയരുമെങ്കിലും ശക്തമായ ഒഴുക്കിന് വലിയ തോതിൽ ആശ്വാസമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നടത്തുന്ന തെരച്ചിലിൽ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും. 17 വയസ്സുകാരനായ ജുറൈജിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. NDRFിൻ്റെ സംഘവും ഫയർഫോഴ്സിൻ്റെ സംഘവും അതുപോലെ തന്നെ ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും മത്സ്യത്തൊഴിലാളികളും ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു തെരച്ചിൽ സംയുക്തമായി വലിയൊരു തെരച്ചിൽ പ്രവൃത്തി തന്നെ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്നെങ്കിലും ജുറൈജിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഈ അടിയൊഴുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ തെരച്ചിലിന് വെല്ലുവിളിയാവുന്നത്. അവിടെ നിന്നും അല്പം കൂടി കഴിഞ്ഞാൽ പിന്നീട് ഇത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിൽ ചെന്നു ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് പരപ്പനങ്ങാടി എന്ന് പറയുന്നത്. എന്തായാലും പക്ഷേ അതിനു മുമ്പായി തന്നെ ഇന്ന് തെരച്ചിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വലിയ തോതിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. തിരൂരിലെയും താനൂരിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളും തെരച്ചിലിന്റെ ഭാഗമായി ഉണ്ട്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.